എന്തുമാത്രം അഴുക്ക് നമ്മുടെ ഈ ഒരു ഇരുമ്പിനകത്തുണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കത്തിയുമായിട്ടാണ് കേട്ടോ. കത്തി, പിച്ചാത്തി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേരെ. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിനൊരു കളറും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ഇതിന് ഇതുപോലെ കറുപ്പ് കളറിലേക്ക് മാറും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് തുരുമ്പും ഉണ്ടാവും, ഇതിൻ്റെ മൂർച്ചയൊക്കെ കുറയും. അപ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇല്ലാതാക്കാൻ പറ്റും. അത് നമ്മുടെ അടുക്കളയിലുള്ള ഒരു 2 കൂട്ടം ഐറ്റം വെച്ചിട്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കുറച്ച് വിനാഗിരി വേണം. പിന്നെ വേണ്ടുന്നത് ഒരു കല്ലുപ്പ്, കുറച്ച് മാത്രം കല്ലുപ്പ് കേട്ടോ. നമ്മളൊരു കത്തി നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നുള്ളൂ. അതാ കത്തി വെച്ചിട്ടുണ്ട്. കത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കല്ലുപ്പുണ്ടല്ലോ, ഈ കല്ലുപ്പ് അതിന് മുകളിലേക്ക് ഞാൻ കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിനാഗിരിയും നമ്മുടെ ഈ ഒരു ഉപ്പുകല്ലിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം, ഒരുപാടൊന്നുമില്ല, അത്യാവശ്യം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അന്നേരം ഞാൻ നമ്മുടെ ആ ഒരു പിച്ചാത്തിയിൽ ഇപ്പോൾ 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഉപ്പുകല്ലിനകത്തേക്ക് കറുത്ത കളർ ആയിട്ടുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഉരയ്ക്കാം. ഒരു ജസ്റ്റ് സെക്കൻഡുകൾ മാത്രമേ ഉരച്ചിട്ടുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം അഴുക്ക് അതിനകത്ത് ഇറങ്ങിയിട്ടുള്ളത്. അഴുക്ക് മാത്രമല്ല, തുരുമ്പും കൂടെയാണ്. ഞാൻ അത് കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാം. എന്തുമാത്രം അഴുക്ക് നമ്മുടെ ഈ ഒരു ഇരുമ്പിനകത്തുണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. കണ്ടോ, എത്രത്തോളം അഴുക്കാണ് നമ്മൾ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്കെങ്കിലും ഞാൻ ഈ കാണിച്ചതിൻ്റെ കൂട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് വിനാഗിരിയും അതുപോലെ നമ്മുടെ ഉപ്പുകല്ലും ഇട്ട് ഇതുപോലെ വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പ് നല്ല വൃത്തിയോടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് കീടാണുകളെല്ലാം നശിക്കും, നമുക്ക് മൂർച്ച ഉണ്ടാകും.